نحمده ونصلي ونسلم على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم صدق الله. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലെ ആദ്യത്തെ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ പറഞ്ഞ് മൂന്നാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം, സൂറത്തുൽ ഹുജറാത്തിന്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിലുണ്ടായ അനാദരവിനെ തിരുത്തിക്കൊണ്ടാണ് സൂറത്തുൽ ഹുജറാത്ത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതീർണമാകുന്നത്. അഥവാ സ്വഹാബത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു അനാദരവ്, ഒരു പാപമായിരുന്നു സൂറത്തുൽ ഹുജറാത്തിന്റെ അവതരണത്തിന്റെ പിന്നിലുള്ള പശ്ചാത്തലം. കുറച്ച് പാപങ്ങൾ ചെയ്തു നിൽക്കുന്ന അള്ളാഹുവിന്റെ അടിമകളെ ആ പാപങ്ങളിൽ നിന്നും നിങ്ങൾ എല്ലാവരും മാറി നിൽക്കണമെന്നുള്ള സന്ദേശവുമായി അവതരിച്ച ആയത്തുകളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് തന്നെയാണ്. തഫ്സീർ റാസിയിൽ മഹാനായ ഇമാം റാസി റഹിമഹുല്ല എഴുതുന്നുണ്ട്, അള്ളാഹുവിന് വേണമെങ്കിൽ അവരെ യാ അയ്യുഹല്ലദീന അസൗ, അല്ലയോ പാപം ചെയ്തവരെ എന്ന് വിളിക്കാമായിരുന്നു. അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ അനാദരവ് കാണിച്ചവരെ എന്ന് വിളിക്കാമായിരുന്നു. അങ്ങനെയുള്ള മുഴുവൻ സന്ദർഭങ്ങളും ഉണ്ടായിട്ടും അള്ളാഹു തന്റെ അടിമകളെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. അത്രയ്ക്ക് മാത്രം അള്ളാഹു തന്റെ അടിമകളെ സ്നേഹിക്കുന്നു. ഒരു വാക്കുകൊണ്ട് പോലും തന്റെ അടിമകളെ വിഷമിപ്പിക്കാൻ, പ്രയാസപ്പെടുത്താൻ അള്ളാഹു ഒരു നിലയിലും ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ അടയാളമാണ് ഈ സന്ദർഭങ്ങളിൽ പോലും അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഗുണമായ വിശ്വാസത്തെ പറഞ്ഞുകൊണ്ട് അള്ളാഹു വിളിച്ചത്. നമുക്കറിയാം, വഹ്ശ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്ന, നബിതങ്ങളുടെ കൊച്ചാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വളരെ ക്രൂരമായി കൊല ചെയ്ത സ്വഹാബിയാണ് വഹ്ശി. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാമിലേക്കൊക്കെ കടന്നു വന്നത്. ആ വഹ്ശിയെ ദീനിലേക്ക് കൊണ്ടുവരാൻ, ആ വഹ്ശി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി മാത്രം 3 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അത്രയ്ക്ക് മാത്രം അള്ളാഹു അവന്റെ അടിമകളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആകട്ടെ, സൂറത്തുൽ ഹുജറാത്തിന്റെ ആദ്യത്തെ 2 ആയത്തുകളും മറ്റു പല സന്ദേശങ്ങളും നൽകുന്നുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. അള്ളാഹു തന്റെ അടിമകളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ശേഷം 3-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും, ഇന്നല്ലദീന നിശ്ചയമായും ഒരു കൂട്ടർ, യഗുള്ളൂന അസ്വാതഹും അവർ അവരുടെ ശബ്ദങ്ങളെ താഴ്ത്തുന്നു, ഇൻദ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ, ഉലൈക അക്കൂട്ടർ, ഇംതഹനല്ലാഹു ഖുലൂബഹും അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ലിത്തഖ്വ തഖ്വയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഉലൈക അക്കൂട്ടർ, ലഹും അവർക്ക് വേണ്ടിയുണ്ട്, മഗ്ഫിറത്തുൻ അള്ളാഹുവിങ്കൽ നിന്നുള്ള പാപമോചനവും,
വഅജ്റുൻ അദീം, വലിയ വലിയ പ്രതിഫലങ്ങളും. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല, അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനാദരവാണെങ്കിൽ ആ അനാദരവിനെ തിരുത്തുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള കൽപ്പനയെ പരിപൂർണമായി അനുസരിക്കുന്ന ഓരോ സത്യവിശ്വാസികളുടെയും ഹൃദയത്തെ അള്ളാഹു തഖ്വയുടെ ഗേഹമായിട്ട് മാറ്റും, തഖ്വയുടെ സ്ഥലമായിട്ട് മാറ്റും. അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് കൽപ്പനകളും, അത് ഏത് സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാകട്ടെ, ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാകട്ടെ, ആ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറായാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിരോധനങ്ങളെ മനസ്സിലാക്കാൻ ജീവിതത്തിൽ നിന്നും വെടിയാൻ തയ്യാറായാൽ, അവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ തഖ്വ കൊണ്ട് നിറയ്ക്കപ്പെടുമെന്നതാണ് ഈ ആയത്ത് മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ സന്ദേശം. തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ഒരു കത്ത് വരികയാണ്. ആ കത്തിലൂടെ ഒരു ചോദ്യം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ എത്തുന്നു. റജുലുൻ യസ്തഹിൽ മാസിയ വലാ യഅമലു ബിഹാ. റജുലുൻ, ഒരു പുരുഷൻ, ഒരു ചെറുപ്പക്കാരൻ, യസ്തഹിൽ മാസിയത, അവൻ പാപങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നു, പാപങ്ങൾ ചെയ്യാൻ അവന് വലിയ ഇഷ്ടമാണ്. എന്നാൽ വലാ യഅമലു ബിഹാ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, സ്വർഗത്തോടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ വലാ യഅമലു ബിഹാ, അവൻ ആ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു, ആ പാപങ്ങൾ അവൻ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു പുരുഷനാണോ അഫ്ളൽ, അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ സ്ഥാനം? അതോ റജുലുൻ ലാ യസ്തഹിൽ മാസിയ വലാ യഅമലു ബിഹാ, അതോ ഇനി മറ്റൊരു പുരുഷനാണോ അവനക്ക് പാപങ്ങളോടൊന്നും ഒരു നിലയിലുള്ള താല്പര്യവുമില്ല, പാപങ്ങളോടൊന്നും ഒരു നിലയിലുമുള്ള ആഗ്രഹവുമില്ല, വലാ യഅമലു ബിഹാ, അതുകൊണ്ട് തന്നെ അവൻ ആ പാപങ്ങളൊന്നും ചെയ്യുന്നുമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു തിരിച്ച് കത്തെഴുതി, അള്ളാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, സ്വർഗത്തെ ആഗ്രഹിച്ചതിന്റെ പേരിൽ പാപങ്ങളോട് വലിയ താല്പര്യമുണ്ടായിട്ടും ആ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന മനുഷ്യൻ, ആ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന വിശ്വാസി, അവരുടെ ഹൃദയങ്ങളെ, ആ മനുഷ്യന്റെ ഹൃദയത്തെ, ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൊണ്ട് നിറയ്ക്കുന്നതാണ്, തഖ്വ കൊണ്ട് നിറയ്ക്കുന്നതാണ്. അതുകൊണ്ട് പാപങ്ങൾ, മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ പാപങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഒരു സാഹചര്യത്തിലാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യന്റെ പ്രകൃതി തന്നെ പാപങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹത്തിന്റെയും ആ ഒരു ടെൻഡൻസിയിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങൾ ആ പാപങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ബലഹീനതകളുടെ പേരിൽ ഉണ്ടാകുന്ന പാപങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അതിമഹത്തായ സ്വർഗമാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പാപങ്ങൾ അത് ജീവിതത്തിൽ സംഭവിക്കാം, പക്ഷെ ഒരിക്കലും ആ പാപത്തിൽ നിരതമാകരുത്. നിരന്തരമായി കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാകാതെ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് മഹാനായ ഇമാം റാസി അങ്ങേയറ്റം ഗൗരവപരമായ ഒരു കാര്യം കൂടെ എഴുതുന്നു. ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുന്ന ഓരോരോ സമയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ എത്രമാത്രം പരിഗണിക്കുന്നുവോ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങൾ ഭാര്യയുമായി ഇടപഴകുമ്പോ, ഭാര്യയുമായി പെരുമാറുമ്പോ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ, മക്കളോടുള്ള പെരുമാറ്റത്തിൽ, നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരോടുള്ള പെരുമാറ്റത്തിൽ, നിങ്ങളൊരു അധ്യാപികയാണെങ്കിൽ നിങ്ങളുടെ ശിഷ്യഗണങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ എത്രമാത്രം മുന്തിക്കുന്നുവോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ, ചര്യകൾ എത്രമാത്രം നിങ്ങൾ പ്രാവർത്തികമാക്കുന്നുവോ, പാലിക്കുന്നുവോ, അതനുസരിച്ചായിരിക്കും നാളെ മഹ്ശറയുടെ ദിവസം
ആരും കൂട്ടിലില്ലാത്ത ഒരു ദിവസം, സ്വന്തം കാര്യം സ്വന്തമായിട്ട് തന്നെ നോക്കേണ്ടി വരുന്ന, വാപ്പയെ കണ്ടാൽ മകൻ ഓടി മറയുന്ന, ഉമ്മയെ കണ്ടാൽ മകൾ ഓടി മറയുന്ന, ഭാര്യയും ഭർത്താവും ഒരു ബന്ധവും കാണിക്കാത്ത ഒരു ദിവസം നാളെ കടന്നു വരാനിരിക്കുന്നുണ്ട്. ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ ചേർത്ത് പിടിക്കണമെങ്കിൽ, ആ ദിവസത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ, ഒരു പ്രവാചകന്റെ സാമീപ്യം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, ആ ഒരു മനുഷ്യന്റെ സംഘത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണമെങ്കിൽ, നിങ്ങൾ ഈ ദുനിയാവിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ മുറുകെ പിടിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.